നിന്റെ ദാസന്റെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസനു വരമിന്നരുളേണം. കർത്താവ് വലിയവനും സ്തുത്യർഹനുമാകുന്നു. ആദിപിതാവാമാദത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മർത്യനു ശരണം നീയല്ലോ, ലോകം വ്യർത്ഥം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വാസനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായെന്നിൽ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസമുയർപ്പേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. അവരുടെ ഭവനങ്ങൾ സമ്പൽ സമൃദ്ധമാകും. നമ്മളിൽ നിന്നും വേർപിരിഞ്ഞു പോയ നമ്മളുടെ സ്നേഹപിതാവായ ജോസഫ് ആനരി ഇന്ന് ഈ കുടുംബത്തിൻ്റെ നാഥൻ ഈ ലോകത്തിൽ നിന്നും സ്വർഗസ്നായ പിതാവ് വിളിക്കപ്പെടുകയും ഈ ആത്മാവിൽ പ്രാർത്ഥിക്കുവാനായി ഇവിടെ ഒന്നുകേറുകയും ചെയ്യുമ്പോൾ ഇവിടെ ഇന്ന് പ്രാർത്ഥിക്കുകയും അതോടൊപ്പം തന്നെ കാർമ്മികത്വം വഹിക്കുകയും ചെയ്യുന്നത് ഇതിനു മുൻ ബിഷപ്പായിരുന്ന ജോൺ വടക്കൽ പിതാവാണ്. പിതാവിനോടൊപ്പം നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം വിദ്യത്തിലച്ഛൻ ആയിരിക്കുന്ന സെൻറ് ജോൺ പ്രൊവിൻസിൻ്റെ പേരിലും അനുഗ്രഹാലയത്തിൻ്റെ പേരിലും ഇവിടെ സന്നിഹിതരായ എല്ലാ വൈദ്യുതി പേരിലും ഞങ്ങൾ പ്രത്യേകം ഈ കുടുംബത്തിലുള്ള എല്ലാവർക്കും വൃത്താന്തങ്ങൾക്കും അനുശോചനം അറിയിക്കുന്നു. നമുക്കെല്ലാവർക്കും ഒന്നിയൊന്ന് നമ്മുടെ പിതാവ് ചെയ്യുന്നു. ഇന്ന് വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിന്റെ ദാസനെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ, നല്ലവരൊക്കെ വരഭാവേ. ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്ക് ഉത്ഥാനം രക്ഷയും നൽകുന്നു. ആകാശവും ഭൂമിയുടേതാകുന്നു. ആകാശവുമേ ഭൂതലവും പാർവതമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. പാപങ്ങൾ മാറ്റമേ നിൻകൃപയാലേ മാമോദീസ വഴിയങ്ങേ ഒരു കുടുംബത്തിലേക്ക് അങ്ങോട്ട് പോകുമ്പോൾ നഗരപ്രായത്തിൻ്റെ നിറവിൽ ഒരു ജ്യേഷ്ഠ സഹോദരൻ യാത്ര ചെയ്യാം. നന്നായി ജീവിച്ച് കാണിച്ചു തന്ന ജീവിതമാണ്. പ്രകൃതിയെ സ്നേഹിച്ച മനുഷ്യരെ സ്നേഹിച്ച പ്രകൃതി അത്രയേറെ ആഴമായ ഹൃദയഗ്രന്ഥം ഈ പ്രകൃതിയെ പുലർത്തിയ ശേഷം പ്രകൃതിയുടെ മനുഷ്യത്തിലേക്ക് യാത്രയാവുകയാണ്. നന്മകൾ നേരുകയാണ്. അദ്ദേഹത്തിന് മാത്രമല്ല, ആ പിതാവിൻ്റെ മധ്യസ്ഥ വഴി ഈ കുടുംബത്തിൽ മകൻ ജോസഫായിട്ടാണ് എനിക്ക് കൂടുതൽ ബന്ധം. അവരുടെ ഓപ്പണിയിൽ വിപുലമായ വാഴകൃഷി ഒരു സ്ഥലത്തായിട്ടെടുത്തപ്പോൾ അതിൻ്റെ നേതൃത്വം കൊടുത്ത് മുന്നിൽ നിന്ന് പടവെട്ടിയ ആള് ജോസഫ്. എവിടെ നിന്ന് കിട്ടി ഈ പൈതൃകം, എവിടെ നിന്ന് കിട്ടി ഈ ശക്തി എന്ന് ചോദിച്ചപ്പോഴൊക്കെ ഇതിനെ വെല്ലുന്നൊരു അപ്പനുണ്ട് അദ്ദേഹത്തിനെന്ന് അന്നേ എല്ലാവരും പറയുവാൻ. രക്തം വഴി കിട്ടിയതാണ് പ്രകൃതിയോടും കൃഷിയോടുമുള്ള ഈ ശക്തി. ആഴമായൊരു ബന്ധം ഈ ജ്യേഷ്ഠ സഹോദരനുമായി പുലർത്തിയതിൻ്റെ പേരിലാണ് അഭിയുന്ന പിതാവ് തിരക്കുകൾക്കിടയിലും ഇവിടെ വരാൻ പ്രാർത്ഥിക്കുവാൻ സംഘടന ശ്രമിച്ചത്.
അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുടെ പേരിൽ ഇടവകയുടെ പേരിൽ ആത്മാർത്ഥമായി നന്ദിയും സ്നേഹവും അറിയിക്കാം. പ്രകൃതിയെ സ്നേഹിച്ച ഒരു മനുഷ്യനാണ്, പ്രകൃതി സ്നേഹിച്ച മനുഷ്യനാണ്. കാരണം അടുത്ത ദിവസം വരെയും തോരാതെ പെയ്ത മഴയുടെ അന്തരീക്ഷം മാറി ഇനി മകനെ സ്വീകരിക്കുവാൻ നല്ല വെളിച്ചത്തിലേക്ക് പ്രകൃതി കടന്നുകൊണ്ടിരിക്കും. സ്നേഹമുള്ള യാത്രയയപ്പ് നൽകുകയാണ്. ദൈവം തൻ്റെ കൃപയുടെ നിറവിലും നന്മയും സ്നേഹത്തിൻ്റെയും വാഴ്വിലും ഈ മകനെ സ്വീകരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ഈ വേർപാട് വേദനയുണ്ടാക്കുന്ന പ്രിയപ്പെട്ട എല്ലാവർക്കും, ജോസിനും മകൾ പെങ്ങൾക്കും അമ്മയ്ക്കുമൊക്കെ ഇടവകയുടെ പേരിൽ അനുശോചനവും പ്രാർത്ഥനയും നേരുകയും ദൈവത്തിൻ്റെ കൃപ ഈ അപ്പൻ്റെ വേർപാട് ഉണ്ടാക്കുന്ന വിടവ് നികത്തട്ടെ എന്ന് ആശംസിക്കുക. നമുക്കറിയാം, ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രകൃതിയെക്കുറിച്ച് പണ്ടത്തെ കാലം കോൺഷ്യസാണ്. പ്രകൃതിയെ ഉപദ്രവിക്കരുത് എന്ന് എല്ലാ വാർത്താമാധ്യമങ്ങളും നമ്മളോട് ഉദ്ബോധിപ്പിക്കുന്ന കാലമാണ്. അതിനൊക്കെ വളരെ മുമ്പ് പ്രകൃതിയെ മടിയിൽ ഹൃദയത്തിൽ സ്വീകരിച്ച ഒരു ജ്യേഷ്ഠ സഹോദരനെയാണ് നമ്മളിന്ന് യാത്രയാക്കുന്നത്. 93 വയസ്സ്, 92 വയസ്സ്. ഇതൊക്കെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഒരാൾക്ക് അനുവദിക്കപ്പെട്ട സമയത്തിൻ്റെ പൂർണ്ണതയാണ്. അത് പൂർണ്ണമായി ജീവിച്ച ശേഷം മടങ്ങുമ്പോൾ സങ്കടം ഉണ്ടാവില്ല, സംതൃപ്തി ഉണ്ടാവില്ല. ആവശ്യപ്പെട്ട ജോലിയൊക്കെ കൈ ചെയ്തു, നിയോഗം കിട്ടിയ എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായിട്ട് അർപ്പിച്ചു. ഇനി കൊണ്ടുപോകാൻ സുഹൃത്തുക്കളുടെ കിട്ടുമായിട്ട് യാത്രയാവും. ഈ വേർപാടിൻ്റെ വേദന ഉണ്ടാവുന്ന എല്ലാവർക്കും അഭിയന്ന പിതാവിൻ്റെയും ഇവിടെ കൂടിയിട്ടുള്ള എല്ലാവരുടെയും പേരിൽ ഇടവകയുടെ അനുശോചനവും പ്രാർത്ഥനയും സ്നേഹവും അറിയിക്കുകയാണ്. ഈ അപ്പൻ്റെ ഈ പിതാവിൻ്റെ ആത്മാവ് ഇനിയും പ്രാർത്ഥിക്കുവാനും അനുഗ്രഹിക്കുവാനും നമ്മുടെ മേലുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ്. അഭിയന്ന പിതാവ് ഇത്രയും ദൂരയിൽ നിന്ന് ഇവിടെ വരാനും ഈ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനും കാണിച്ച വലിയ വാത്സല്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും പേരിൽ അദ്ദേഹത്തിനുള്ള നന്ദി ഈ കുടുംബാംഗങ്ങളുടെ പേരിൽ അറിയിക്കുകയാണ്. നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ജ്യേഷ്ഠ സഹോദരൻ്റെ വേർപാടിൽ നേതൃത്വത്തിൻ്റെ ആശ്വാസത്തിനും ഈ സഹോദരൻ്റെ ആത്മശാന്തിക്കും വേണ്ടി ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങളുടെ പാപത്തിനായി പനിനീരിനെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. ദുഃഖാർത്ഥനായിരിക്കുന്ന നമ്മളുടെ ഈ കുടുംബത്തിന് നാഥയായ സെലീന ടീച്ചറിനും മക്കളായ മേരിക്കുഞ്ഞ് ടീച്ചറിനും അതോടൊപ്പം തന്നെ ജോസഫ് സാറിനും ഞങ്ങളുടെ ഇവിടെ സന്നിഹിതരായ എല്ലാവരുടെയും പേരിൽ കൃത്യമായ അനുശോചനവും അറിയിക്കുന്നു. മരണം എന്ന യാഥാർത്ഥ്യത്തെ നമ്മളെല്ലാവരും അഭിമുഖീകരിക്കേണ്ട ഒന്നാണെന്ന് പഠിപ്പിക്കുന്ന മിശിഹ തൻ്റെ സ്വയം മരണത്തിലൂടെ രക്തവും വെള്ളവും ചിന്തി നമുക്ക് വേണ്ടി മരിച്ച് നിത്യരക്ഷയുടെ മാർഗം കാണിച്ചു നിന്ന സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഏകപുത്രനായ ഈശോ മിശിഹ തിരുസഭയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിക്കുന്ന ക്രിസ്തുവായി വിശ്വാസത്തിൻ്റെ ഉറവിടമായി സ്നേഹത്തിൻ്റെ പരിമളം പൂശുന്ന അല്ലെങ്കിൽ വീശുന്ന ഉത്തമ വ്യക്തികളായി തീരണമെന്ന് പഠിപ്പിക്കുന്ന കുടുംബം എത്രയോ മനോഹാരം നൽകുന്ന ഒന്നാണെന്ന് നമുക്കറിയാം. ഒരു കുടുംബം എന്നത് കുടുംബനാഥനും നാഥയും മക്കളുമാണ്. എന്നാൽ അതിലുപരിയായി അതിലെന്നും വാഴുന്ന ഒരു നിത്യനാഥനാണ് സർവശക്തനായ ദൈവം. ആ ദൈവത്തെ സ്വയത്തമാക്കി ദിവ്യവിശ്വാസത്തിലൂടെ തൻ്റെ സ്വർഗീയമായ ആ ആനന്ദം കൈക്കൊള്ളുവാനായി, സ്വർഗരാജ്യം ഭൂമിയിൽ കൈവരിക്കുവാനായി സ്വർഗീയ മക്കളെ എന്നേക്കുമായി വിശ്വാസത്തിലേക്ക് അടിയുറപ്പിക്കുകയും അവരെ വളർത്തുകയും ചെയ്യുന്ന ഒരു ഉത്തരവാദിത്ത കർത്തവ്യ നിർവഹണമാണ് നമ്മളിൽ നിന്നും ഈ വേർപിരിഞ്ഞു പോയ ജോസഫ് ആന്റണി എന്ന ഈ വത്സല പിതാവ് നിർവഹിച്ചത്. കാരണം വിശ്വാസത്തിലൂടെ ക്രൈസ്തവ സ്നേഹവും ദൈവിക സ്നേഹവും സമന്വയിപ്പിച്ച് മനുഷ്യ ജീവിതമല്ല ഈ ലോകത്തിലെ എന്ന ദൈവിക ജീവനാണ് മനുഷ്യനുള്ളെന്ന് പഠിപ്പിക്കുകയും പ്രാർത്ഥനയിലൂടെയും കഠിനാധ്വാനത്തിലൂടെയും തൻ്റെ ജീവിതം കൈവരിച്ച് മറ്റുള്ളവർക്ക് മാതൃകയായ ഒരു ദിവ്യ ആത്മാവ്.
ഈ കുടുംബത്തിന്റെ എല്ലാവും എന്നേക്കുമായി സർവസ്വവുമായി തീർന്ന ഈ കുടുംബനാഥൻ എല്ലാവരുടെയും നന്മകൾ ആകാംക്ഷിക്കുകയും അവർക്ക് വേണ്ടതെല്ലാം ചെയ്യുകയും ചെയ്തു. പ്രാർത്ഥനയിലൂടെയും അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തിലൂടെയും സഹനത്തിലൂടെയും സ്നേഹത്തിലൂടെയും തന്റെ വിശ്വാസത്തിന്റെ കാതലായി മിശിഹായെ സ്വയത്തമാക്കി മറ്റുള്ളവർക്ക് ജീവൻ നൽകുവാനും ജീവനേകുവാനുമായി സ്വയം സമർപ്പിക്കപ്പെട്ട ഒരു ഉത്തമ വ്യക്തിയുടെ ഉറവിടമാണ് നമ്മളുടെ ഈ ജോസഫ് ആന്റണി എന്ന പിതാവ്. നമുക്കറിയാം, വിധേയത്തിൽ ഫാമിലിയില് 4 സഹോദരന്മാരാണ് ഉള്ളത്. ഈ കുടുംബത്തിലെ ഏറ്റവും സഹോദരന്മാരിൽ ഇളയവനാണ് നമ്മളുടെ ജോസഫ് ആന്റണി, വിധേയത്തിൽ അച്ഛന്റെ അപ്പച്ചന്റെ അനുജൻ. ആ കുടുംബത്തില് സെലീന ടീച്ചറും മക്കളായ മേരി കുഞ്ഞും അതും ജോസഫും വളർത്തപ്പെട്ടത്, അല്ലെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിലെ പടികൾ ഉയരുവാൻ വേണ്ടി അവർക്ക് നല്ലൊരു ഉദാഹരണമായി തീർന്നത്, മാതൃകയായി തീർന്നത് ഈ വത്സല പിതാവിന്റെ വിശ്വാസവും പ്രാർത്ഥനയും കഠിനാധ്വാനവുമാണ്. ഈ കുടുംബത്തിലുള്ളവർക്കും ഇവിടെ സന്നിഹിതരായവർക്കും ഇവിടെയുള്ള അയൽപക്കക്കാർക്കൊക്കെ ഈ വത്സല പിതാവിന്റെ സ്നേഹവും കരുതലും അതോടൊപ്പം തന്നെ എത്രമാത്രം ആത്മാർത്ഥതയുമാണ് ജീവിതത്തിൽ സാക്ഷ്യം വഹിച്ചതെന്ന് നമുക്കറിയാം. ജീവിതം എന്നത് വെറും ജീവിക്കുന്നത് കൊണ്ട് മാത്രമല്ല, ക്രിസ്തുവിൽ ജീവിക്കുന്നതെന്നാണ് അർത്ഥം ലഭിക്കുക. മരണം എന്ന 4 അക്ഷരം കൊണ്ട് ഒതുങ്ങിത്തീരുവാൻ സാധിക്കുന്ന ഒന്നല്ല മനുഷ്യ ജീവിതം. മറിച്ച് മരണത്തെക്കാൾ ഉപരിയായി നിത്യരക്ഷയിലേക്ക് പുനരുത്ഥാനത്തിലൂടെ ദൈവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്ന ഉത്തമ വ്യക്തികളായി ഈ സമൂഹത്തിന് സ്വർഗത്തിന്റെ സാക്ഷികളായി പ്രതിനിധിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതായി തീരുക. അങ്ങനെ വഹിച്ച, അങ്ങനെ സഹിച്ച, അങ്ങനെ സ്നേഹിക്കുകയും സ്നേഹം കൊടുക്കുകയും ചെയ്ത, പ്രാർത്ഥിക്കുകയും പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുകയും ചെയ്ത, വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത ഒരു ഉത്തമ മാതൃകയായ വ്യക്തിത്വത്തിന്റെ ഉടമയാണ് നമ്മളുടെ സ്നേഹപിതാവായ ഈ വത്സല പിതാവ് ജോസഫ് ആന്റണി. അദ്ദേഹത്തിന്റെ നിര്യാണത്തില് നമ്മൾ സന്നിഹിതരായിരിക്കുമ്പോൾ നമ്മൾ പ്രത്യാശയുള്ളവരായിരിക്കണം. ഇവിടെ നമ്മൾ സന്നിഹിതരായി പ്രാർത്ഥിക്കുമ്പോൾ നമ്മളേവരും ഈ മരണത്തിൽ നിന്നും ദൂരെയല്ല എന്ന് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. കാരണം ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം ജീവൻ നൽകുകയും ദൈവം നിശ്ചയിച്ച സമയത്തിൽ തന്നെ സ്വർഗത്തിലേക്ക് നമ്മെ എവരെയും വിളിക്കപ്പെടുന്ന ഒരു നിമിഷം വരും. അതിനായി ഒരുങ്ങുക എന്ന് പഠിപ്പിക്കുന്ന ഈ മരണത്തിന്റെ ഈ നിത്യ ഘടകമായ ജീവിത വിശ്വാസത്തിന്റെ പരിണിതമായ സ്വർഗീയ സാന്നിധ്യം ഭൂമിയിൽ കൈവരിക്കുമ്പോഴും ഈ ഭൂമിയിൽ ജീവിച്ച് ദൈവത്തെ കണ്ടെത്തുവാനും ദൈവത്തെ കൊടുക്കുവാനും വിശ്വാസം പകർന്നു കൊടുക്കുവാനും നമുക്ക് സാധിക്കുമെങ്കിൽ അതാണ് ക്രിസ്തുവിൽ ജീവിക്കുകയും ക്രിസ്തുവിൽ മരിക്കുകയും ക്രിസ്തുവിൽ എന്നേക്കുമായി ഉയർപ്പിക്കപ്പെട്ട് സ്വർഗരാജ്യം സമ്പന്നമാക്കി ഈ ലോകത്തിലും ഇനി വരുവാനിരിക്കുന്ന സ്വർഗലോകത്തിലും നമുക്ക് സ്ഥാനം കരസ്ഥമാക്കാൻ സാധിക്കുക. സ്നേഹമുള്ളവരെ, നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ പറഞ്ഞതുപോലെ പ്രത്യാശയുടെ വ്യക്തികളായി തീരാം. പ്രത്യാശയിലൂടെ നമുക്ക് തീർത്ഥാടകരാകാം. നമ്മുടെ വിശ്വാസത്തിനും സ്നേഹത്തിനും അനുനന്ദത്തിനും പ്രാർത്ഥനയിലും ഐക്യത്തിനും കൂട്ടായ്മയിലുമെല്ലാം ക്രിസ്തുവിനെ പോലെ ജീവിക്കുകയും ക്രിസ്തുവിനെ വേണ്ടി മരിക്കുകയും ചെയ്യുമ്പോഴാണ് നിത്യജീവൻ ലഭിക്കുക. ഞാനാണ് പുനരുത്ഥാനം ജീവനും, എന്നിൽ വിശ്വസിക്കുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല, അവന് നിത്യജീവൻ ലഭിക്കും. അവനാണ് സ്വർഗസ്ഥനായ പിതാവിന്റെ പുത്രൻ മിശിഹാ കാണിച്ചു തന്ന ഏകമാർഗം. ആ മാർഗത്തിലൂടെ സഞ്ചരിച്ച് ഈ ലോകത്തിൽ നിന്നും നിത്യ സ്വർഗത്തിലേക്ക് നമ്മളുടെ ഈ വത്സല പിതാവ് പോകുമ്പോൾ ഈ വത്സല പിതാവിന്റെ ആത്മാവിനോട് നമ്മൾ പ്രാർത്ഥിച്ച് ഈ ലോകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് നമ്മൾ അയക്കുമ്പോൾ ഈ പിതാവിന്റെ ആത്മാവിനോടുകൂടെ നമ്മുടെ ഒരു പ്രാർത്ഥനയും നമ്മളുടെ എല്ലാ അർപ്പണവുമാണ് ഓർമ്മിപ്പിക്കുക. ഈ ആത്മാവ് സ്വർഗസ്നായ പിതാവിനോടൊത്ത് നമ്മളെ ഏവരെയും അനുഗ്രഹിക്കും. നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. സശക്തനായ ദൈവം ഈ ആത്മാവിന് നിത്യശാന്തി നൽകട്ടെ. ആമേൻ. ജീവിത ചെയ്തികളും സൽകൃത്യങ്ങൾ ചെയ്യുക മുടി എന്നെ അനയിക്കുമാറാകട്ടെ. പിതാവ് മുടിയണിയിക്കുന്നു. അതോടുകൂടി ഈ ഭവനത്തിലെ കർമ്മങ്ങൾ പൂർത്തിയാവുന്നു. വിശ്വസ്തരായ പ്രത്യേക വാഗ്ദാനം ചെയ്യപ്പെട്ട നിത്യാനന്ദത്തിലേക്ക് ദൈവം നിന്നെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. പോലെ മൃതദേഹം വണ്ടിയിലാണ് കൊണ്ടുപോകുന്നത്. ഇവിടെ വന്നിട്ടുള്ളവരെ കഴിയുന്നതും ആഡംബരവും പ്രൗഢിയുമെല്ലാം നാശോന്മുഖമായി നിഷ്പ്രഭമാകും. ക്ഷണഭംഗുരമാം ലോകവും
പ്രകാശകലം അക്ഷയരാജ്യം നശിക്കും ലോകവിടങ്ങളിൽ ഭീതിയുണർത്തി ഓടിപ്പോയി ഞാൻ ജീവൻ പകർന്നിടും മർത്യനമർത്യത പുണരുന്നു ക്ഷയമുള്ളോനക്ഷയനാകും മർത്യതയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. ചിറകുവിടർത്തിയവരെ സ്വീകരിക്കുന്നു. അമ്പരവീതിയിൽ അഖിലേശൻ മിശിഹാരാജനെഴുന്നള്ളും പരിശുദ്ധന്മാരണിയണിയായി എതിരേൽപ്പിന്നു നിരന്നിടും ആനന്ദത്തിൻ മണിയറയിൽ ചിരമായി വാണിടുമവരെല്ലാം. ഇന്നു മുതൽ എന്നേക്കും നിത്യോന്നതമാം സായുജ്യം ഉൽകുന്നതിനീ ആത്മാവും നിൻവിളി കേട്ടു ശരീരത്തെ വിട്ടുപിരിഞ്ഞു തിരിക്കുന്നു. വാനവഗണമാദിനവും സക്ഷമരായി കഴിയുന്നു. അവൻ എനിക്ക് കൈപ്പുള്ള ഭക്ഷണം തന്നു. സത്യവിശ്വാസത്തോടെ ലോകം വിട്ടുപോയിരിക്കുന്ന നമ്മുടെ സഹോദരന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ജീവിതകാലം സത്യങ്ങളായ ദൈവത്തെ പ്രസാദിപ്പിക്കുകയാണ്. ദൈവം നീതിമാന്മാരുടെ സമൂഹത്തിലേക്ക് പ്രവേശിപ്പിക്കുമാറാകട്ടെ. മരിച്ചു ഉയർത്തുകയും സ്വർഗ്ഗവാക്യം നൽകുകയും ചെയ്യുമ്പോൾ തന്റെ അനുഗ്രഹത്താലും തന്റെ മാതാവായ ഞങ്ങളെ തന്റെ പ്രാർത്ഥനയാലും ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പറുദീസായിൽ കനി നീട്ടി വൃക്ഷം മർത്യനു മൃതിയേകി ഗാഗുൽത്തായിൽ കൈനീട്ടി കുരിശാമർത്യനുയർപ്പേകി മിശിഹാനാഥൻ മരണത്താൽ മരണത്തിന്മേൽ ജയമാർന്നു. ദൈവമേ, ഞങ്ങൾ തെളിവായി കേട്ടു. നവജീവിതവും അറിയിച്ചുയരും. അവസാന ദിവസം തന്റെ ബന്ധുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ ഉപദാശകളത്തിന്റെ ദൈവത്തിന്റെ ന്യായാസനത്തിങ്കൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെ മരണത്തിന്റെ നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ. പാടും മൃതരാമരുടെ പാപങ്ങൾ മാറ്റണമേ കൃപയാലെ മാമോദീസ വഴിയമേ സുതരാണമേ. ശോണിതവും കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു.
നൽകി ഞങ്ങളിതറിയുന്നു. നാഥ ഞങ്ങളുടെ മൃതരെല്ലാം നുകരാവൂ നിൻ കൃപയെന്നും. അവയെല്ലാം നശ്വരങ്ങളാകുന്നു, ലോകവും അതിനുടെ ആശകളും നിശു